ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പറയാറുണ്ട് കേട്ടോ ലോങ് വീഡിയോ ഇടുന്നു, പക്ഷെ എനിക്ക് ഇടാൻ പല കാരണം കൊണ്ടും, പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എന്താ ഇടുകയെന്ന് വെച്ചിട്ട് ഭയങ്കര ഇതാവും. അപ്പോൾ ഇന്ന് ആദർശേട്ടൻ ഇന്നലെ രാത്രി ആകുമ്പോൾ എത്തിയിട്ട് കേട്ടോ, ഒരു 11 മണിക്ക് ആകുമ്പോൾ ആദർശേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടൻ ഉറങ്ങാട്ടോ. അപ്പോൾ സമയം ഒരു 7:15 ആയിട്ടുണ്ട്. അപ്പം അമ്മത്തെ പത്തിരിക്കുള്ള പൊടി കുറച്ചോട്ടൊക്കെ എനിക്കത് ചുടണം. പിന്നെ നമ്മുടെ പാപ്പൻ്റെ വീട്ടിലെ പാല് കാച്ചിലുണ്ട്, ചെറുതായിട്ടുള്ളൂ കേട്ടോ. അപ്പം അമ്മ അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഡ്രസ്സ് എടുക്കാൻ പോകണം. ഓണത്തിന് ഇതുവരെ ഡ്രസ്സ് എടുത്തിട്ടില്ല. ആദർശം വന്നിട്ട് പോവാന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പം ഒന്ന് ചേട്ടൻ എന്നാ ഇപ്പം സമയമില്ല, ഇനി നല്ല തിരക്കാവും. തൃശ്ശൂർക്കൊക്കെ പോയി ഒടുക്കത്തെ തിരക്കാവും. അപ്പം എന്തായാലും ഡ്രസ്സ് എടുക്കാനൊക്കെ പോകണം. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ഇതൊക്കെ ഞങ്ങൾക്ക് അതൊക്കെ നമുക്ക് ചെറിയ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ പിന്നെന്താ, അപ്പം എന്തായാലും ഞാൻ വേമ്പോട്ട് പത്തിരി ഉണ്ടാക്കണം, പല്ല് വെച്ചിട്ട് വേണം പത്തിരി ഉണ്ടാക്കാൻ പോവാൻ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കണില്ല, ഞാൻ വേഗം പോയിട്ടൊക്കെ സെറ്റ് ആകട്ടെ കേട്ടോ. എൻ്റെ പല്ലേപ്പൊക്കെ കഴിഞ്ഞു. ഇനി കാറിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട്. കാരണം ഞാൻ അവിടെ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാത്രങ്ങളല്ല കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കുറേ നാളത്തേക്ക് ഇവിടെയോ, അപ്പോൾ ഞാൻ ആദർശൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കാൻ മറക്കരുത് എന്ന്. അപ്പോൾ കുറച്ച് നല്ല നല്ല ഇതൊക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കട്ടെ. അടിപൊളി സാധനമാണ്. അപ്പോൾ അത് ഞാൻ പോയി എടുക്കട്ടെ. ആദർശേട്ടാ ഉറങ്ങാം കേട്ടോ. ഇന്നലെ രാത്രി 11 മണി കഴിഞ്ഞിട്ട് ആദർശേട്ട എത്തുമ്പോൾ അപ്പോൾ ഒന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഈ ഞാനാണോ ഞാൻ നോക്കിട്ടോ. നല്ല കേസ് ഉണ്ടല്ലേ. ഞാൻ പോയിട്ടെടുക്കട്ടെ. അമ്മേ കാർക്ക് കഴിക്കുന്നു. ഗൈസ് ഇതായിട്ട് സംഭവം. ഇതിൽ 11 പീസ് ഉണ്ട്. നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്. 500 രൂപയുടെ ഉള്ളിൽ ഒതുങ്ങും. അടിപൊളി ആയിട്ടാണ്. ഞാൻ കാണിച്ചു തരാട്ടോ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന്. ഞാൻ പറ്റിച്ചെങ്കിൽ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ, ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഈ സാധനം. ഞാൻ ഇത് ഭംഗി കാരണം എനിക്ക് ഉപയോഗിക്കാൻ തോന്നുന്നില്ല. ഞാനപ്പോൾ എന്തായാലും കുക്കിംഗ് വീഡിയോ ഒക്കെ ഇനി എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇനി നല്ല കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാൻ നമുക്ക്. ഇനി എന്തായാലും നമുക്ക് പത്തിരി ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അമ്മ അതേ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ പരത്തി ചൂടണം. അങ്ങനെ നമ്മുടെ പത്തിരി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 20 പത്തിരിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് മതിയാവും, ഞങ്ങൾ 3 പേരില്ലേ ഉള്ളൂ. ഇനി അമ്മയുടെ ചെറുപയർ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് വറവിടുക മീൻസ് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറുള്ളിയും കുത്തിക്കാച്ചിട്ട് എരിവിലുള്ളതാട്ടോ ഇഷ്ടം ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അതും ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള വെളുത്തുള്ളിയൊക്കെ ഞാൻ നന്നാക്കട്ടെ കേട്ടോ. ഈ ചായക്ക് വെള്ളം വയ്ക്കട്ടെ കേട്ടോ. ഞാൻ ഇതൊക്കെ നന്നാക്കാനല്ലേ ഞാൻ കുത്തിത്തരാം. 20 ഉണ്ടായുള്ളൂ. അമ്മ വന്നു. അങ്ങനെ അമ്മ വന്നാൽ ഇപ്പോൾ കെട്ടില്ല. അമ്മ വന്നെങ്കിൽ അധികം അടുക്കളയിൽ ഇനി ഇതാക്കാൻ സമ്മതിക്കില്ല. ഇനി അമ്മ ഇനിയാവും. പിന്നെ വീഡിയോ ഇടുമെന്ന് എല്ലാവരും ഡെയിലി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വീഡിയോ ഇടാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇവിടെ ഒരു ഇതും ഇല്ല. എൻ്റെ ഡെയിലി ഒരേ റുട്ടീനാണ്. രാവിലെ എനിക്കിന്ന് ഫുഡ് കഴിക്കുന്ന, പിന്നെ എന്താ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ല. അമ്മ പോകുമ്പോഴേക്കും അടിച്ചോരുക അങ്ങനത്തെ പണികൾ, അടിച്ചോരുക എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് അമ്മ പോവാറ്. പിന്നെ അമ്മ ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അമ്മ ഇപ്പോൾ ഇടയ്ക്ക് പണി ഉണ്ടെങ്കിൽ പണിക്ക് പോകും, അല്ലെങ്കിൽ വീട്ടിലുണ്ടാവും. അപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ച് കണ്ടന്റ് അത്. അതുകൊണ്ടാണ് ഞാൻ ഇനി വല്ല കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. ചായയായി. ഇനി ഇത് കറി കുത്തിയത് ഓഫാക്കണോ? വെളുത്തുള്ളി ഏലക്കറിയാണ്. Andare lì di quello con un
അല്ല അത് പിന്നെ വെക്കട്ടെ, ചീഞ്ചട്ടി വെക്കട്ടെ. ഗൈസ് എല്ലാം സെറ്റ്. ഞാൻ കുടിച്ചിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. എനിക്ക് ആദർശമായിട്ട് എനിക്ക് ഇനിയിപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ കേട്ടോ. ഇത് നമുക്ക് ഇനി പോവാണ്ട്. NCS Tamil BGM. എടി ബിടാ ബിടാ ഇങ്ങോട്ട് കാണിച്ചു കൊടുത്ത ആദർശേട്ടാ. അവിടെ ഉണ്ണിയോളുണ്ടല്ലേ. ഇവിടെ വേറൊരു ചെറുത് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പോവാൻ വേണ്ടി നിക്കാണ്. അർജു ദേ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇനി പോവാൻ വേണ്ടിട്ട് നിക്കാൻ കേട്ടാ. അമ്മ അതേ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഷൂ ഇടുന്നു. ആദർശേട്ടൻ തടി കുറഞ്ഞില്ലേ ഗൈസ്? കുറച്ചൊക്കെ മുഖത്തൊന്നും ഇട്ടില്ല. എന്തൊരു കറുത്തപാട് മുഖം. ഇവിടെ 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 തമ്മ കിട്ട പോണേ. ഡ്രസ്സ് എടുക്കാനല്ലേ. അപ്പള് വെള്ളം കത്തി അതിന് പൊട്ടിക്കാം. ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ്. ഒരാൾക്ക് വാതിൽ പൂട്ടിയിട്ട് എവിടെ വെച്ചെന്ന് സംശയം. ഒരാൾക്ക് കാറിന്റെ മറ്റേ വെള്ളം ഒഴിക്കില്ലേ, ബോണറ്റ് എന്നല്ലേ പറയുന്നേ, അതിലെ മൂടി അടച്ചിണ്ടോന്ന് ഡൗട്ട്. അപ്പൊ പോയി തുറന്നു നോക്കുന്നു. അടച്ചിണ്ടാ? എനിക്ക് അങ്ങനല്ല ഉണ്ടാവും. എനിക്ക് ഗ്യാസ് ഓഫ് ആക്കിയില്ലേ അല്ലെങ്കിൽ മോട്ടറിന്റെ സ്വിച്ച് ഇട്ടുണ്ടോ എങ്ങടെങ്കിലും ഇറങ്ങിയാലാണ് ആ പേടി ഉണ്ടാവുക. ഈ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുമ്പോ തടി തോന്നില്ല. ബാക്ക് ക്യാമറ എടുക്കുമ്പോ ഞാൻ ആരാ മനസ്സിലാവുന്നില്ല. പേരൊക്കെ അമ്മ മുറിച്ചു ഗൈസ്. നമ്മളെത്താണ് എത്തിയിട്ടാ. നമ്മൾ തൃശ്ശൂർക്കാണ് പോകുന്നത് ഗൈസ്. നമ്മള് കല്യാണിക്കാണ് കേട്ടോ പോണത്. അവിടെ എത്താറായിട്ടുണ്ട്. ഓ തിരക്കുണ്ട്. പാർക്കിംഗ് കമ്മിറ്റി. അത് ഇതിന്റെ സേവും ഇവിടെ ഉണ്ട്. ഇതാ ഗൈസ് ഞാൻ എടുക്കുന്നത്. ആദർശയുടെ പിറന്നാളുണ്ട് സെപ്റ്റംബർ 10-ാം തീയതി. ഇപ്പം എന്തായാലും ഒറ്റയ്ക്ക് വന്നെടുക്കാൻ പറ്റൊന്നുമില്ല. അപ്പോൾ സർപ്രൈസും കാര്യങ്ങളൊന്നും ഇല്ല.
അപ്പം എന്തായാലും ഇപ്രാവശ്യം ഞാൻ ഈ ഷർട്ട് എടുത്തു. ബ്ലാക്ക് അമ്മയുടെ വകയാണ് കേട്ടോ. ഓണക്കോടിയാണേ അമ്മ പിറന്നാളിന് എടുക്കണത്. ഇത് ഞാൻ ബർത്ത്ഡേക്ക് എടുക്കണത്. കട്ട് ചെയ്യണോ കുറച്ച്? നോക്കി നോക്കാം നമുക്ക്. അതെ അതിനേക്കാൾ ഭയങ്കര ബ്ലാക്കാ. അമ്മ ഫസ്റ്റ് കാണിച്ചെന്ന ബ്ലാക്ക്. പിന്നെ നമ്മൾ അതിനൊക്കെ നടന്നൊരു ഇതായിട്ട് പിന്നെ എൻ്റെ ഡ്രസ്സ് എടുക്കൽ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അധികം അവിടെ നല്ല കളക്ഷനായിട്ട് അധികം തോന്നിയില്ല. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഒരെണ്ണം കണ്ടപ്പോൾ തന്നെ അതിലത്തെ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞാൻ വേഗം എടുത്തു കേട്ടോ. പിന്നെ അച്ഛനുള്ള ഡ്രസ്സ് തപ്പാൻ കേട്ടോ. അച്ഛന് ഒരുവിധം കളറുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ആണുങ്ങളുടെ ഡ്രസ്സ് എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്ത് വരും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പല പെൺകുട്ടികൾക്ക് അച്ഛൻ പല മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവർക്ക് അച്ഛന് മിക്ക കളറുകളും ഉണ്ട്. പിന്നെ വേറെ മോഡലൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ കുറേ എടുത്തു തന്നു. പക്ഷേ എനിക്കിഷ്ടമായത് ഈ ചെക്ക് ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനത് അച്ഛനെടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് കുറച്ച് പാൻറ്റ് കാര്യങ്ങൾ ട്രൗസർ അങ്ങനത്തെ ഒക്കെ എടുക്കാണ്ടായിരുന്നു. അത് കൊടുത്ത് ഇവിടെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. നമ്മൾ 3000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് വെച്ചാൽ 300 രൂപ 6000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ 600 രൂപയ്ക്കൊക്കെ നമുക്ക് അങ്ങനെ അവിടെ നിന്ന് ഫ്രീ പർച്ചേസ് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ബില്ല് ചെയ്യാൻ പോയപ്പോൾ നമുക്ക് എന്തായാലും ഒരു 9Kയുടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു ഓഫർ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വേഗം ഒരു ടോപ്പും കൂടി എടുക്കാമെന്ന് വിചാരിച്ച് ഫ്രീ പർച്ചേസ് ആണ്. അങ്ങനെ ഒരു ടോപ്പും കൂടി എടുത്തു കേട്ടോ. ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞു. നമ്മൾ വീട്ടിൽ പോകാൻ നോക്കണം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് സെറ്റായി. ഇപ്പോഴും ചേച്ചിക്ക് ഡ്രസ്സ് സെറ്റായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി അവക്കും കൂടി എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് പെൻഡിങ്ങിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഇതേ കവറിലൊക്കെ ആയി നമ്മൾ കാറിൽ കയറാൻ വേണ്ടി പോകാൻ കേട്ടോ. ഒരു 2 വർഷം കൊണ്ട് എനിക്ക് ഇത്രയും മാറ്റം വന്നു എന്നൊക്കെ ഇവിടെ വന്നപ്പോഴാട്ടോ മനസ്സിലായത്. മുന്നൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് കൂടുതലും ക്രോപ്പ് ടോപ്പും കാര്യങ്ങളൊക്കെ എടുക്കാറ് കേട്ടോ. ഇവിടെ വന്നു വെച്ചാൽ ഞാൻ നേരെ ചെല്ല ക്രോപ്പ് ടോപ്പിൻ്റെ സെക്ഷനിലേക്കാണ്. ഞാൻ കൂടുതൽ ഇവിടുന്ന് ടീഷർട്ടുകളാണ് എടുക്കാറ്. ഇപ്രാവശ്യമൊക്കെ വന്നിട്ട് ഞാൻ ആ ഭാഗേ ഞാൻ നോക്കിയിട്ടില്ല. ഫുള്ള് ഞാൻ ചുരിദാറിൻ്റെ സെക്ഷനാണ് നോക്കിയത് കേട്ടോ. അങ്ങനെ ഗൈസ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കാണ്. അമ്മ സൗണ്ട് തുറക്കി ഇവിടെ വ്ലോഗിരുന്ന് കാണാം. അപ്പൊ നമ്മള് വീട്ടിലേക്ക് പോകാനുണ്ടാവും. അപ്പൊ ആദർശമായിട്ട് ഇവിടെ മറ്റേ കരിക്കിന്റെ ജ്യൂസ് ഉണ്ട്. അപ്പൊ അത് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയേക്കും. അപ്പൊ ഞാനും അമ്മയും കാറിൽ തന്നെയായിട്ട് ഇരിക്കുന്നത്. ഇത് കുടിച്ചിങ്ങി വീട്ടിൽ പോകണം. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഇനി വീട്ടിൽ പോയിട്ട് ബിരിയാണി ഉണ്ടാക്കാന്ന് പെട്ടെന്ന് ചെയ്ത പ്ലാനിങ് ആണ് കേട്ടോ. ബിരിയാണി അരി വീട്ടിലുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു ഇത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഒക്കെ ഉണ്ടാക്കി പരീക്ഷിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ റെസിപ്പി ഒക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ജ്യൂസ് വരട്ടെ. വെയിറ്റ് ചെയ്ത് നിൽക്കാം. ആദർശേട്ടൻ ഗൈസ് ജ്യൂസ് കിട്ടിട്ടോ. ഞാൻ എന്തായാലും കുടിക്കട്ടെ. ചേട്ടൻ കുടിച്ചോ? ഇറച്ചിയായിട്ടാണ് കേട്ടോ. ഗൈസ് ആദർശേട്ടൻ ചിക്കൻ വാങ്ങിക്കാൻ പോയിട്ട് വന്നാട്ടോ. നമ്മുടെ അവിടെയൊക്കെ ഉണ്ടല്ലോ ചിക്കൻ അങ്ങനെ 100 രൂപയ്ക്ക് നമുക്ക് ഇങ്ങനെ പൈസ കൊടുത്ത് അങ്ങനെ വാങ്ങിക്കില്ല. 1 കിലോ ചിക്കൻ. ഇവിടെ എന്ന് വെച്ചാൽ ഒരു കോഴിയാ. നമ്മള് ചിക്കൻ വാങ്ങിക്കാൻ പോയി ചിക്കൻ ഒരു കോഴി അതെത്രയാണോ വെയിറ്റ് അത് അങ്ങനെ തൂക്കി വാങ്ങിക്കുക. കഥ പറയും പോയിട്ട് പറ. പോയിട്ട് എന്തായാലും പറഞ്ഞേന്. ഹിന്ദിക്കാരനായിട്ട് ഒന്നും മനസ്സിലായില്ല. അവസരം ഞാൻ ഒരാളെ കമ്പനി ചെയ്യാൻ ഒരാളുമായിട്ട് മൂപ്പരിങ്ങനെ ഓരോന്ന് പറഞ്ഞേ. മൂപ്പരാ പറഞ്ഞത് എങ്ങനെ ഉള്ളു വെട്ടാനൊക്കെ ബിരിയാണി പീസൊക്കെ വിട്ടാനേ മറ്റേ കറി പോരണ വഴിക്ക് അച്ഛൻ്റെ യൂണിയൻ ഓഫീസ് എത്തിയപ്പോൾ അച്ഛൻ ഇവിടെ കായക്കൊല എടുത്തു വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അച്ഛനെയൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു നോക്കി. അപ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു കടയുണ്ട്. അവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ മതി, ആൾ എടുത്തേരുന്നു. അങ്ങനെ ആദർശയുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് പോയി ചോദിച്ചു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ എടുത്തരാന്ന് പറഞ്ഞിട്ട് യൂണിയൻ ഓഫീസിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ആര്യമ്പാട് തന്നെയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്. ആര്യമ്പാട് എത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഇതേ ആദർശേട്ടൻ ആ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ അച്ഛനെ വിളിച്ചു ചോദിച്ചു. അപ്പം അച്ഛൻ ഈ സമയത്ത് എന്തോ ലോഡിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ പോയതാണ്. അപ്പോൾ അവിടെ ആളുണ്ടാവും എടുത്തേരുന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം ആദർശേട്ടനും ഞങ്ങളിവിടെ ഇരുന്നു കേട്ടോ. ഞാനും അമ്മയും കാറിലിരുന്നു. ആദർശേട്ടനാട്ടോ കായക്കൊല എടുക്കാൻ വേണ്ടി പോയത്. ഞങ്ങളെ വീടെത്തി. തൈര് തന്നോ? ഞാൻ പിടിക്കാം. വീടെത്തി ഗൈസ്. ഞങ്ങൾ വേഗം ബിരിയാണി ഉണ്ടാക്കട്ടെ. ചേട്ടൻ കായ്ക്കൊല എടുത്തു വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് പണികൾ നോക്കണം. അമ്മ ഒരു പാത്രം തന്നാൽ ഞാൻ അരിക്കുള്ള വെള്ളം വെക്കായിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ വന്നു വേഗം ഡ്രസ്സ് മാറിയിട്ടാ.
വേറെ ഒന്നും ചൊല്ലെങ്കിൽ നമുക്ക് വേഗം ഫുഡ് ഉണ്ടാക്കണം. അത് പെട്ടെന്ന് ആക്കാൻ പറ്റും. കാരണം ഞാനെങ്കിൽ വേഗം ചടപടേന്ന് ചെയ്യട്ടെ. ബിരിയാണിയുടെ റെസിപ്പി എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം എൻ്റെ ബിരിയാണി അവിടെയൊക്കെ ഞാൻ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു സംശയം, വേവ് കൂടിയൊരു ചെറിയൊരു ഡൗട്ടുണ്ട്, എന്താവും എന്തോ. എന്തായാലും അതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. അതായത് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. ബിരിയാണിയുടെ റെസിപ്പി ഇടാതിരുത് വേറെ ഒന്നുമല്ല, എൻ്റെ ബിരിയാണി നൈസായിട്ട് ചീറ്റിപ്പോയിട്ടോ. ഞാൻ എപ്പോഴൊക്കെ ബിരിയാണി വെച്ചു അപ്പോഴൊക്കെ അത് കൊളായിട്ടേ ഉള്ളൂ. ഇത് നൈസായിട്ട് വേവ് കൂടിയ പോലെ. അത് കാരണം പിന്നെ ഞാൻ കുറച്ച് നേരത്തേക്ക് ഭയങ്കര ഡെസ്പായിട്ടോ. കാരണം എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്നറിയില്ല, ബിരിയാണി വെച്ചൊക്കെ എപ്പോഴും നാശം. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഇനി ഞാൻ സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും റെസിപ്പി ഒക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അച്ഛൻ വൈകിട്ടാകുമ്പോൾ വന്നു കേട്ടോ. അപ്പോൾ ചായക്കടയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. പിന്നെ ഇതാ മുട്ട ബജി, കയ ബജി അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പം ഞങ്ങളിതേ ചായ കുടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. സമയം ഇപ്പോൾ 6:30 കേട്ടോ. ഇരുട്ടായിരിക്കുന്നത്.